ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 16 വയസ്സുള്ള മകൻ കോൺഗ്രസിനായി പ്രവർത്തിച്ചതിന് പിന്നാലെ അമ്മയെ സഹകരണ ബാങ്കിൽ നിന്ന് CPM ഭരണസമിതി പിരിച്ചുവിട്ടതായി പരാതി. ഇടുക്കി കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പറായിരുന്ന നിസ ഷിയാസിനെയാണ് പിരിച്ചുവിട്ടത്. നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് നിസ ഷിയാസ് പറയുന്നത്. 15-16 വയസ്സിടയ്ക്കുള്ള ഒരു മകൻ എതിർ പാർട്ടിയായിട്ട് പ്രവർത്തനത്തിൽ ഇറങ്ങിയതുകൊണ്ട് ആ കാരണത്തിൽ ശരിയാണ് പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. UDF-ന് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് അത്രേ എന്നോട് പറഞ്ഞോളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്ക് ജോലി തന്നെ ആളെ ആദ്യം അറിയിച്ചു. അത് പ്രകാരം ഞാൻ ഏരിയ സെക്രട്ടറി പോയി കണ്ടു. പിന്നെ 1-ാം തീയതി തൊട്ട് അറിയിച്ച പ്രകാരം പ്രസിഡന്റ് എന്നെ വിളിച്ചു. 1-ാം തീയതി തൊട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി. ഇന്നിപ്പം കമ്മിറ്റി വെച്ച് തീരുമാനിച്ചു. വീണ്ടും എന്നെ തിരിച്ചു. മകൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മയെ ഇപ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. CPM-ന്റേത് പ്രതികാര നടപടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തൊടുപുഴയിൽ 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചു. ഒരു മരിച്ചുപോയൊരു സഖാവിന്റെ ഭാര്യയായിരുന്നു. അവർക്കൊരു സാധാരണ ജോലി, അവർ കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? CPM നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? മകൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മയെ ജോലിയിൽ നിന്ന് എങ്ങനെയാണ് പിരിച്ചുവിടുക? വിനീത, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് തൊടുപുഴ നഗരസഭയിലെ 16-ാം വാർഡിൽ LDF തോക്കുകയും അവിടെ UDF ജയിക്കുകയും ചെയ്തത്. ഇവിടെ CPM-ന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയായിരുന്നു ഈ 16-ാം വാർഡ്. പക്ഷേ അവിടെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ഒരു പ്രതികാരം എന്നോണമാണ് ഈ അമ്മയെ ഈ ബാങ്ക് ഭരണസമിതി പുറത്താക്കിയിരിക്കുന്നത്. അത് മകൻ എന്ന് പറയുമ്പോൾ കുട്ടിയാണ് വരുന്നത്. കാരണം 16 വയസ്സ് മാത്രമാണ് ആ മകന്റെ പ്രായം. രാഷ്ട്രീയമൊക്കെ കൃത്യമായി പഠിച്ചു വരുന്ന സമയമുള്ളൂ. ആ കുട്ടി പറയുന്നത് തമാശയ്ക്ക് വേണ്ടി കൂട്ടുകാരുടെ കൂടെ ഒട്ടിക്കാനും ഈ പ്രചാരണ പരിപാടികൾക്കൊക്കെ പോയതേ ഉള്ളൂ, തനിക്ക് പാർട്ടി പ്രവർത്തനം എന്താണെന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും കാരിക്കോട് സഹകരണ ബാങ്കിലെ ജോലിക്കാരിയായിരുന്നു ഈ നിഷ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷമായി 5000 രൂപയ്ക്കായിരുന്നു ഈ സ്ത്രീ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മകൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു, അതുകൊണ്ട് താങ്കൾ ഇനി മുതൽ ഇവിടെ ജോലിക്ക് വരേണ്ടതില്ല എന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം പുറത്താക്കി പിന്നീട് തിരിച്ചെടുക്കാൻ ഒരു നീക്കങ്ങൾ നടന്നിരുന്നു. അപ്പോൾ പ്രാദേശിക നേതൃത്വം തങ്ങൾ രാജിവെച്ച് പോകും, പാർട്ടിയിൽ നിന്നും കൂട്ടത്തോടെ രാജിവെച്ച് പോകുമെന്ന് ഭീഷണി മുഴക്കി. ഇതിന് പിന്നാലെ പുറത്താക്കാൻ സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു. ഈ വിഷയത്തിൽ ജില്ലാ നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം, പാർട്ടി നടപടികൾ മാധ്യമങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി കൊടുത്തോളൂ എന്ന ഒരു പ്രതികരണമാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാനത്ത് വ്യാപകമായി ഈ സംഭവം ചർച്ചയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയം പറയുകയും ചെയ്തിരുന്നു. വിനീത. ശരി രാഹുൽ സുരേഷ്, ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെയും ഒപ്പം ഈ പരാതിക്കാരുടെയും ഒക്കെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്.